1201 ആണ്ട് മകരമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 15/1/2026 മുതൽ 12/2/2026 വരെയുള്ള ഒരു മാസത്തെ പ്രവചനങ്ങളാണ്. മേടക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേർന്നതാണ് മേടക്കൂർ എന്ന് പറയുന്നത്. അതായത് സന്ദർഭങ്ങൾ അറിഞ്ഞ് പെരുമാറുക വളരെ നല്ലതായിരിക്കും. ആയുധകലകൾ അഭ്യസിക്കുന്നവർക്ക് ആ മേഖലയിൽ നിന്ന് ധാരാളം ധനം സമ്പാദിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ പിതാവിനും മാതാവിനും മറ്റുള്ളവർക്കും ഉണ്ടായിക്കൊണ്ടിരുന്ന ദുരിതങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം ലഭിക്കുന്നു. ഭാഗ്യകടാക്ഷം ലഭിക്കുന്നു. ധർമ്മപരമായ പ്രവൃത്തികൾ പുനരാരംഭിക്കുന്നു. കാര്യതടസ്സങ്ങളെല്ലാം ഒരുവിധം മാറിക്കിട്ടുന്നു. വാതരോഗം ഉള്ളവർക്ക് അത് ശമനം ലഭിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനസമൃദ്ധി ഉണ്ടാകുന്നു. നിക്ഷേപങ്ങൾ വളരെ സമൃദ്ധിയായി വളരുന്നു. അതായത് നിക്ഷേപങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം ധാരാളം പണം കിട്ടുന്നു. അതായത് അതിൻ്റെ ഇരട്ടിയായിട്ടൊക്കെ കിട്ടാൻ സാധിക്കുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ വിവാഹമോ നടക്കാൻ സാധ്യത കാണുന്നു. പല അഭിവൃദ്ധികളും വരാം. ധനം വരാം. പ്രശസ്തി, തൊഴിൽ വിജയം, അധികാരം, ദാമ്പത്യ സൗഖ്യം എല്ലാം ലഭ്യമാകുന്നതിന് സാധിക്കുന്നു. അതുപോലെ തന്നെ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാം. കാർഷിക വിളകളെല്ലാം നല്ല രീതിയിൽ ലാഭം കിട്ടുന്നു. ചില ഗ്രഹങ്ങൾ മോശം അവസ്ഥയിലായതിനാൽ വിദേശവാസം ചെയ്യേണ്ടതായി വരുന്നു. വിദേശത്ത് പോകേണ്ടതായിട്ട് വരുന്നു. നിയന്ത്രിക്കാൻ സാധിക്കാത്ത ചെലവുകൾ ഉണ്ടാകാം. പക്ഷെ അതെല്ലാം നിയന്ത്രിക്കുക. ബന്ധുവിൻ്റെ മരണം, ദേഹവിയോഗം നിങ്ങളെ ദുഃഖിതനാക്കുന്നു. ഗൃഹനിർമ്മാണത്തിൽ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ നഷ്ടം വരാനുള്ള സാധ്യത കാണുന്നു. മനസ്സമാധാനം കുറയാം. നിങ്ങളുടെ സാമ്പത്തിക മാനസിക നിലകളെ ആരുമായും നിങ്ങൾ ചർച്ച ചെയ്യാണ്ടിരിക്കുക. അംഗീകൃത കൺസൾട്ടന്മാരുമായി മാത്രം ചർച്ച ചെയ്യുക. സന്താനങ്ങൾക്ക് ചില കഷ്ടപ്പാടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. മതപരമായ കാര്യങ്ങളിൽ തടസ്സമുണ്ടാകാം. അശ്രദ്ധ കാണിച്ചാലും അത് വേഗം തിരുത്തുക, അല്ലെങ്കിൽ നഷ്ടം വരാൻ ഉള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി 3 നക്ഷത്രങ്ങളെയും വേർതിരിച്ചാണ് പറയുന്നത്. ആദ്യം അശ്വതി നക്ഷത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. 2.5 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ടാവേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ 2.5 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം ഒരു തടസ്സമില്ലാതെ പോകുന്നതായിട്ട് മുന്നോട്ട് പോകാം. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വിദേശവാസം കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വരുവാനും സാധ്യതയുണ്ട്. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും. പുതിയ വാഹനം, വിവാഹം നടക്കാം ഇഷ്ടപ്പെട്ട രീതിയിൽ. അതുപോലെ തന്നെ സന്താനഭാഗ്യം ഉണ്ടാകുന്നതിനുള്ള ഒരു ഇതും കാണുന്നുണ്ട്. 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു സർജറി നടക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. തീപ്പൊള്ളലേൽക്കേണ്ട ഒരു സാധ്യത കൊണ്ട് ഇടിമിന്നലിൽ നിന്നോ വൈദ്യുതിയിൽ നിന്നൊക്കെ ഒരു തീപ്പൊള്ളലേൽക്കാം. അതായത് ദേശദ്രോഹ കുറ്റങ്ങളിൽ അകപ്പെട്ടാൽ, അങ്ങനെ എന്തെങ്കിലും പ്രവൃത്തികൾ അകപ്പെട്ട് കഴിഞ്ഞാൽ ജയിൽവാസം വരേണ്ട ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് അച്ഛനമ്മമാരോ അല്ലെങ്കിൽ ഉറ്റ ബന്ധുക്കളോ തന്നെ മരണപ്പെടാം, അല്ലെങ്കിൽ ചില രോഗങ്ങൾ വരാം. അവർക്ക് ഉള്ള സാധ്യത കാണുന്നുണ്ട്. ധനനഷ്ടം വരാം. അന്യനാട്ടിൽ വസിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് നിന്ന, പരിഹാസം, പഴി, അപവാദം എന്നിവ കേൾക്കേണ്ടതായിട്ട് വരേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇണയുടെ മരണം ദുഃഖമുണ്ടാക്കാനും ഒറ്റപ്പെടലും വരുന്നതിനും സാധ്യതയുണ്ട്. അടുത്ത് ഭരണി നക്ഷത്രക്കാർക്കുള്ളതാണ്. 15 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് പല ഗുണങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. നല്ല വിദ്യാഭ്യാസം ലഭിക്കാം. ഗുണനിലവാരമുള്ള സ്കൂളിൽ പഠിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ചിത്രരചന, സംഗീതം, അതുപോലെ തന്നെ മറ്റു കലകൾ പഠിക്കാനും സാധിക്കുന്നു. 21 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണും. ധനനഷ്ടം വരാം. വിദേശവാസം വരുന്നതിന് സാധ്യത കാണുന്നു. അപകടങ്ങൾ വരാൻ സാധ്യത കാണുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക് പല നല്ല രീതിയിലും ഉള്ള
വിദ്യാഭ്യാസം ലഭിക്കുന്നു, പല ഗുണങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്, ഉപരിപഠനമൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ നല്ല വിദ്യാഭ്യാസത്തെ തുടർന്ന് അവർക്ക് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇണയെ കണ്ടുകെട്ടുവാനും പറ്റിയ ഇണയെ കണ്ടുപിടിക്കുവാനും അതുപോലെ നിശ്ചയമോ വിവാഹമോ നടക്കേണ്ട സാധ്യത കാണുന്നുണ്ട്. അലർജി, ശ്വാസം മുട്ടൽ പോലുള്ള ചെറിയ അസുഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ഉള്ളവർക്ക് ചില സർജറികൾ നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. തീപ്പൊള്ളലേൽക്കാം. ചില പോലീസ് പരാതികൾ, കോടതി കേസുകളൊക്കെ വരുന്നതിന് ഉള്ള സാധ്യതയുണ്ട്. ഇത് അശ്രദ്ധ കാണിച്ചാൽ ജയിൽവാസം ഉണ്ടാകാം. വിദേശ ജോലി ഉള്ളവർക്ക് ആ ജോലിയിൽ ചില പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെ ഉള്ളവർക്ക് മരണഭയം ഉണ്ടാകാം. വെറുപ്പും നൈരാശ്യവും വരാം. ബുദ്ധിയില്ലായ്മ കാട്ടാം. വിഷബാധ, ചില രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണും. വിഷബാധയേക്കേണ്ട ഒരു സാധ്യതയുണ്ട്. അത് ഭക്ഷണത്തിൽ നിന്നോ അല്ലാതെയോ ഒക്കെ ജന്തുക്കളുടെ വിഷബാധയോ ഏൽക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വ്യാപാരത്തിലൊക്കെ നഷ്ടം വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ഇണയോട് നീതി പുലർത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യം വരാം. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങൾക്ക് ശാന്തി ലഭിക്കാം. എല്ലാവരുമായി ഒത്തുകൂടി കുടുംബത്തിൽ സമാധാനം നിലനിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മീയതയിലേക്ക് തിരിയാനും ഒരുപക്ഷെ സാധിച്ചേക്കാം. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് വളരെ മോശം സമയം. ഇണയുടെ മരണം അവർക്കൊരു ദുഃഖം തന്നെ ആയിരിക്കാം. അടുത്ത കാർത്തിക നക്ഷത്രക്കാർക്കാണ്. 10 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ശാരീരിക സുഖം ലഭിക്കാം. സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ആഭരണങ്ങളായിട്ടൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു സർജറി നടക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ദേശദ്രോഹം മുതലായ ദുർനടപടികളിൽ ഏതെങ്കിലും തരത്തിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ആപത്തുകൾ വരേണ്ട ഒരു സാധ്യതയുണ്ട്. അതായത് അവരെ ബന്ധുക്കളാരെങ്കിലും മരണപ്പെടേണ്ട ഒരു സാധ്യതയുണ്ട്. അതുമൂലം ഒരു മനപ്രയാസം വന്നേക്കാം. കാരണം വേണ്ടപ്പെട്ടവരാണ്, വളരെ സഹായം ലഭിച്ചിരുന്ന ആൾക്കാരായിരിക്കാം അത് മരണപ്പെടുന്നത്. അതിനുള്ള മനപ്രയാസം ഉണ്ടാകാം. ഒരുപക്ഷെ മദ്യം, മയക്കുമരുന്ന് ഇവയ്ക്കൊക്കെ അടിമയാകാനും ഈ ഒരു സന്ദർഭം അവർക്കുണ്ടാകാം. പക്ഷെ അതിലൊന്നും ചെന്ന് പെടാണ്ട് നിങ്ങളതൊക്കെ മനസ്സ് നിയന്ത്രിച്ച് ശ്രദ്ധിച്ചു പോവുക. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ നഷ്ടമായത് കുറേ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടായല്ലോ, അതെല്ലാം വീണ്ടെടുക്കാൻ കിട്ടുന്നൊരു ഭാഗ്യസമയമാണ്. ധനവും ഐശ്വര്യങ്ങളെല്ലാം വരാം. ആത്മീയതയിലേക്ക് തിരിയും. ജോലിയിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ അപവാദം കേൾക്കുന്നതിനുള്ളൊരു സമയമാണ്. ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം. മരണഭയം വരാം. ഇണയുടെ മരണം ദുഃഖമുണ്ടാക്കാം. അന്യനാട്ടിൽ താമസിക്കുവാൻ നിർബന്ധപൂർവം പോകേണ്ടതായിട്ട് വരാം. വാതരോഗം വരുന്നതിനൊരു ഇത് കാണുന്നുണ്ട് സാധ്യത. 71 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും. അതിസാരം വരാം. വയറിളക്കം വരുന്നതിനാണ് അതിസാരം. വയറിളക്കമാണ്. ധനവും ധാന്യങ്ങളും ധാരാളം ലഭ്യമാകാം. ചെറിയൊരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും പണത്തിനും ഒന്നിനും ഒരു കുറവ് വരാതെ മനസ്സമാധാനം ലഭിക്കും. ഇത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന കൂടി ആവശ്യമായി വരുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ ഉള്ള കാര്യങ്ങൾക്ക് തന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ മകരമാസത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ സുഖ സമ്പൽ സമൃദ്ധി, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.